താലിബാന് പാകിസ്ഥാനിലിടാൻ ബോംബുകളും മിസൈലുകളും വേണം. വിമാനം വേണം, ഹെലികോപ്റ്റർ വേണം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ സർക്കാർ സംവിധാനം ഒരുങ്ങും എന്ന് ഉറപ്പ്. താലിബാനുമായി ചർച്ച. പാകിസ്ഥാനെ തകർക്കാൻ കുടില തന്ത്രങ്ങൾ എറിയുകയാണ് ഇന്ത്യയുടെ ഏകചക്രാധിപതിയും പ്രധാന സേവകനുമായ നരേന്ദ്രമോദി. താലിബാനുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു സൂചനയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയെ ദുബായിൽ കണ്ടു. പാകിസ്ഥാനെ എന്ന് ആക്രമിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ താലിബാൻ ഇന്ത്യയുടെ സുഹൃത്ത്. ഇതൊക്കെ മോദിക്കെതിരായ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പ്രതിപക്ഷവും എങ്ങനെ സഹിക്കുമെന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. മോദി മുസ്ലിം വിരുദ്ധൻ എന്ന മുഖംമൂടി ലോകം മുഴുവനുള്ള മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ് വലിച്ചു കീറുന്നത്. സൗദിയും UAEയും കുവൈറ്റും ഒക്കെ അദ്ദേഹത്തെ ആദരിച്ചു. ലോകം മുസ്ലിമിന്റെ ആധ്യാത്മിക തലസ്ഥാനമായ സൗദിയെ സ്നേഹം കൊണ്ട് കീഴടക്കി. പാകിസ്ഥാനെ ദഹിപ്പിക്കാൻ ഇപ്പോൾ താലിബാനിൽ ഇന്ത്യ പറന്നിറങ്ങി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി താലിബാന്റെ വിഷയങ്ങൾ നേരിട്ട് കേട്ടു. പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ താലിബാന് സഹായമടക്കം ചർച്ചയിൽ താലിബാൻ ഉന്നയിച്ചു എന്ന് അറിയുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ താലിബാന് പാകിസ്ഥാനിലിടാൻ ബോംബുകളും മിസൈലുകളും വേണം. വിമാനം വേണം, ഹെലികോപ്റ്റർ വേണം. ഇന്ത്യയുടെ ഉപയോഗം കഴിഞ്ഞ പടക്കപ്പലും വിമാനങ്ങളും ഇപ്പോൾ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്നുണ്ട്. കാലാവധി കഴിഞ്ഞ ഇത്തരം സാധനങ്ങളും കൂടുതൽ യുദ്ധ ഉപകരണവും താലിബാനും നൽകാൻ ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ നിന്ന് കത്തും. ഇങ്ങനെ കശ്മീരിൽ നിന്നും ഇന്ത്യയും താലിബാനും പാകിസ്ഥാനെ അമർത്തി ഞെരുക്കുമ്പോൾ തന്നെ പാക് അധിനിവേശ കാശ്മീർ പിടിക്കാം എന്നതാണ് മോദിയുടെ തന്ത്രം. താലിബാനെ വെച്ച് പാക് കാശ്മീരിൽ ഓപ്പറേഷൻ. ഇന്ത്യയുടെ നീക്കം ഇങ്ങനെ. അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയെ ദുബായിൽ കണ്ടു എന്നതാണ് വരുന്ന വാർത്തകൾ. മാത്രമല്ല, പാകിസ്ഥാനിലെ മടിയിൽ വെച്ച് തീറ്റിപ്പോറ്റുന്നത് ചൈനയാണ്. അതിനാൽ തന്നെ ചൈന താലിബാന് എതിരാണ്. താലിബാനെ വെച്ച് ചൈനയ്ക്കും പണി കൊടുക്കുക എന്നതും ഇന്ത്യൻ തന്ത്രമാണ്. പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന ഇന്ത്യൻ ഭൂമി തിരികെ പിടിക്കുന്ന ഒരു വലിയ നീക്കമാണ് അന്തർധാരയിൽ ഒരുങ്ങുന്നത്. അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അഫ്ഗാൻ പ്രദേശം ഇന്ത്യക്കെതിരെ ഇനി കൈ ഉയർത്തില്ല എന്നും ഇന്ത്യക്ക് കീഴിൽ നിൽക്കുമെന്നും ഇന്ത്യ ഉറപ്പുവരുത്തി. താലിബാൻ 2021 കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യ താലിബാനുമായി ഇതുവരെ നടത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ഇടപഴകലായിരുന്നു ഇത്. കാബൂളിലെ ഡിസ്പെൻസേഷനുമായുള്ള കൂടിക്കാഴ്ചകളിൽ ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യയെ ഇതുവരെ പ്രതിനിധീകരിച്ചിരുന്നു. പാകിസ്ഥാൻ താലിബാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെക്കുറിച്ചും അഫ്ഗാനിസ്ഥാന്റെ സങ്കടങ്ങളെല്ലാം ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കേട്ടു. എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം എന്നും ചർച്ചയിൽ സൂചിപ്പിച്ചു. അഫ്ഗാനിസ്ഥാന്റെ ഇസ്ലാമാബാദുമായുള്ള ബന്ധം അതിവേഗം വഷളാകുന്നതിനിടയിലാണ് ദുബായിൽ ഇന്ത്യയുമായി കൂടിക്കാഴ്ചയും നടന്നത്. ഈ ആഴ്ച ആദ്യം ഈ വിഷയത്തിൽ അഫ്ഗാനിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഇന്ത്യ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്ന ശീലം പാകിസ്ഥാൻ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞു. ഇരുപക്ഷവും സമ്പർക്കം പുലർത്താനും വിവിധ തലങ്ങളിൽ പതിവ് സമ്പർക്കം തുടരാനും സമ്മതിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-ടി, JEM തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മിസ്രി ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ സുരക്ഷയെ തകർക്കാൻ അഫ്ഗാനിസ്ഥാൻ ഒന്നും ചെയ്യില്ല എന്ന് താലിബാൻ മന്ത്രി മുത്താഖി ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.